ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനന്തിസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു ഐസ്ക്രീമും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് കുറച്ച് ഗോതമ്പ് പൊടിയും പാലും പഞ്ചസാര മാത്രം മതി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ 3 സ്പൂൺ ഗോതമ്പ് പൊടി, ഓരോ സ്പൂണായിട്ട് ഈപ്പായിട്ട് 3 സ്പൂൺ ഗോതമ്പ് പൊടി. ഇതിൽ ഒരു 3 സ്പൂൺ പാല്, നമ്മളെടുത്ത് വെച്ച പാലിന് ഒരു 3 സ്പൂൺ മതിയാവില്ല, കുറച്ചും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ കൊണ്ട് ഡൈല്യൂട്ട് ആക്കണം. മൂന്ന് സ്പൂൺ മാത്രം പോരാ, അത് ഡൈല്യൂട്ട് ആകുന്നവരെ കുറച്ചധികം പാലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഡൈല്യൂട്ടായിട്ട് ഇതിൽ ഒഴിക്കണം. ഇതിൽ പാല് ചൂടാകാൻ വെച്ചിട്ടാണ് ഇത് ഒഴിക്കേണ്ടത്. അതിനിടയിൽ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ട് ഇരിക്കണം. കുറച്ചും കൂടി പാൽ വയ്ക്കുക. ഇനി പാല് ഗ്യാസ് മേൽ വെച്ച് ഒന്ന് ചൂടാകുമ്പോഴാണ് ഇത് ഒഴിക്കേണ്ടത്. പാല് ചൂടാകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതിന് വേണ്ടുന്ന ഷുഗർ ചേർക്കുക. വേണമെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് 1 കപ്പ് ഷുഗറാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ഇട്ടാൽ മതി. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം സിമ്മിലുള്ള പാല്. ഈ പാല് നന്നായിട്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിൽ നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇതിൽ കുറേശ്ശെ ചേർക്കുക. കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ചേർക്കുക. ഒന്ന് നല്ലോണം ഫാസ്റ്റാക്കുക തീ. എന്നിട്ട് കുറച്ച് കുറക്കുക. ഇതിങ്ങനെ നന്നായിട്ട് വറ്റിക്കണം, പാല് നന്നായിട്ട് വറ്റണം. ഇത് ഈ കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് നന്നായിട്ട് തണിയണം. തണിഞ്ഞതിന് ശേഷമാണ് ഇത് മിക്സിയിലിട്ട് അടിക്കണം. ഇത് നല്ലോണം തണിയാൻ വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇതിനി നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കണം. കട്ടയുണ്ടെങ്കിൽ പേടിക്കുന്നില്ല, അടിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇത് ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ വാനില എസൻസാണ്. ഇത് കുറച്ച് റോസ് സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതില്ലെങ്കിൽ കുറച്ച് ഒരു 2 ഏലക്കായ് പൊടിച്ചിട്ടിട്ടാലും അത് മതി. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് അത്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. മിക്സിയിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്ന് ഇതിനി ഒരു ട്രേയിൽ ഒഴിച്ച് വെക്കാം. ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. എന്നതിന് ശേഷം മാത്രമേ എടുത്തിട്ട് രണ്ടാമത്തേലും അടിക്കണം. എന്നാൽ മാത്രമേ ഐസ്ക്രീം സോഫ്റ്റായിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. ഗോതമ്പ് പൊടി ചേർത്തതൊന്നും മനസ്സിലാവില്ല. ഇതിന് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. ഇത് ഒന്നും കൂടി ജാറിൽ വെച്ചിട്ട് നല്ലോണം അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ഐസ്ക്രീം റെഡി ആവുള്ളൂ. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കാം. മിക്സിയിലടിച്ചതാണ് ഇത്. ഇതിനിപ്പോൾ 8 മണിക്കൂർ ഫ്രീസറിൽ പിന്നെയും വെക്കണം. വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ഐസ്ക്രീം ആവുള്ളൂ. ബോക്സിൽ മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഐസ്ക്രീം ആയിട്ടുണ്ട്. ഇത് സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. ഗോതമ്പ് പൊടി ചേർത്തതൊന്നും അറിയുന്നില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യും. ഓക്കെ, ബൈ.